ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിച്ച രണ്ടാമത് മെഗാ രക്തദാന ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു. ചോറും ചോരയും നൽകുന്ന പ്രധാന യുവജന സംഘടനയായി ഡിവൈഎഫ്ഐ മാറിയെന്ന് വസീഫ് പറഞ്ഞു. 21 ദിവസം കൊണ്ട് 1198 യൂണിറ്റ് രക്തമാണ് ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി മെഡിക്കൽ കോളേജിന് നൽകിയത്. മാർച്ച് 8 സാർവദേശീയ വനിതാ ദിനത്തിൽ വനിതാ രക്തദിന ക്യാമ്പ് നടത്തിയായിരുന്നു തുടക്കം. തുടർന്ന് ജില്ലയിലെ 18 ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നായി യുവജനങ്ങൾ എത്തിയാണ് രക്തദാനം നടത്തിയത്. യുവജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണയാണ് രക്തദാന ക്യാമ്പിൽ ലഭിച്ചതെന്നും ചോറും ചോരയും നൽകുന്ന പ്രധാന യുവജന സംഘടനയായി ഡിവൈഎഫ്ഐ മാറിയെന്നും സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞു. ഈ മെഗാ രക്തദാന ക്യാമ്പ് എന്ന പരിപാടി ഇപ്പോൾ രണ്ടാം തവണയാണ്. 1195 പേരാണ് ഇവിടെ രക്തം കൊടുത്തത്. തീർച്ചയായിട്ടും ഇതൊരു അഭിമാനകരമായ നിമിഷമാണ്. ഇവിടെ എല്ലാ ദിവസവും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അതും ആയിരക്കണക്കിന് പേർക്കാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഹൃദയപൂർവ്വം പദ്ധതിയിലൂടെ ഭക്ഷണം കൊടുക്കുന്നത്. അങ്ങനെ ചോറ് കൊടുക്കുന്ന ചോര കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായി ഡിവൈഎഫ്ഐ കേരളത്തിൽ മാറി എന്നുള്ളതാണ്. കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മാത്രം 57,000 യൂണിറ്റ് രക്തദാനം ഡിവൈഎഫ്ഐ നടത്തിയതായി ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു. CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ രക്തദാനത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയ ബ്ലോക്ക് കമ്മിറ്റികൾക്കുള്ള അവാർഡ് ദാനം നടത്തി. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം KS റോസൽ രാജ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി, ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ രാധിക, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ്, രക്തബാങ്ക് മേധാവി ഡോക്ടർ സജിത്ത്, ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ ഫസീല തരകത്ത്, സുകന്യ ബൈജു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി CS സംഗീത്, വൈസ് പ്രസിഡന്റുമായ എറിൻ ആന്റണി, NG ഗിരിലാൽ, CPM പുഴയ്ക്കൽ ഏരിയ സെക്രട്ടറി KS സുഭാഷ് മാസ്റ്റർ, ഹൃദയപൂർവ്വം കോർഡിനേറ്റർ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ നന്ദിയും പറഞ്ഞു. കൈരളി ന്യൂസ്, തൃശൂർ.